നമസ്കാരം. ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുണ്ട്. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ 27 നക്ഷത്രക്കാരായ സ്ത്രീകളിൽ ചില നക്ഷത്രക്കാർ സൗഭാഗ്യവതികളാണ് എന്ന് പറയാം. ജനനം മുതൽ സൗഭാഗ്യം അവരെ തേടിയെത്തും. അതിൻ്റെ അർത്ഥം മറ്റ് സ്ത്രീകൾ സൗഭാഗ്യവതികളല്ല, അഥവാ മറ്റ് സ്ത്രീ നക്ഷത്രക്കാർ സൗഭാഗ്യവതികളല്ല എന്നല്ല. എല്ലാ സ്ത്രീകളും സൗഭാഗ്യവതികൾ തന്നെയാണ്. എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുഫലപ്രകാരം സൗഭാഗ്യം മറ്റ് സ്ത്രീ നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഒരല്പം കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ മറ്റ് നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ജാതകപ്രകാരം അവർക്കും ഇത്തരം സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഇതിലും ഒരു പടി മുകളിലായി സൗഭാഗ്യങ്ങൾ തേടി എത്താവുന്നതുമാണ്. അത് ജാതകപ്രകാരം വന്നു ചേരുന്ന മാറ്റങ്ങളാകുന്നു. എന്നാൽ പൊതുഫലപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാരായ സ്ത്രീകളാണ് സൗഭാഗ്യവതികൾ അല്ലെങ്കിൽ വീടിനും വീട്ടുകാർക്കും വളരെയധികം സൗഭാഗ്യം ജനനം മുതൽ നൽകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറഞ്ഞതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരില്ല എന്നല്ല പറയുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ജോലി, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം, നിരവധിയാർന്ന യാത്രകൾ നടത്തുക, അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾ ഇല്ല എങ്കിലും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദേവി കടാക്ഷമുള്ളവരാകുന്നു. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യം തുണയ്ക്കുന്നവരും പല കാര്യങ്ങളും ആഗ്രഹപ്രകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമായ വ്യക്തികളാണ് ഇവർ. ഈ സ്ത്രീകൾക്ക് തീർച്ചയായും ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച എല്ലാം ഇല്ല എങ്കിൽ പോലും ചില കാര്യങ്ങളെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന ജോലിയാകാം, ആഗ്രഹിക്കുന്ന വിവാഹമാകാം, അതല്ല സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണകരമായ കാര്യങ്ങളാകാം. ഇവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ഇവർ വീടിനും ഐശ്വര്യം നൽകുന്നവരാണ്. ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായും സൗഭാഗ്യം വന്ന് ചേരുന്നതിനോടൊപ്പം അത് വീട്ടുകാരെയും തുണയ്ക്കും, അല്ലെങ്കിൽ വീട്ടുകാരെയും ഉയർച്ചയിലെത്തിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഭരണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഭാഗ്യം തന്നെയാണ് എന്ന് പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ്. നിങ്ങൾ ദുഃഖത്തിലോ ദുരിതത്തിലോ ആകാം. എന്നിരുന്നാലും നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ നിങ്ങൾ തെറ്റായ ചിന്താഗതികൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. അത് ജോലിയാകാം, വിദേശത്തേക്കുള്ള യാത്രയാകാം, പഠനത്തിലുള്ള മുന്നേറ്റമാകാം, ഇഷ്ടവിവാഹമാകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. ഭർത്താവുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുകയും സന്തോഷം പകരുന്നതായ പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വ്യത്യാസങ്ങൾ വന്നു ചേരും ഈ നക്ഷത്രക്കാർ. അതിനാൽ പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ വീടുകളിൽ ഉള്ളത് ആ വീടിന്റെ ഐശ്വര്യമാണ് എന്ന് തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പല അവസരങ്ങളിലും തേടിയെത്താം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുക. വിവാഹവുമായി ബന്ധപ്പെട്ടാകാം, പഠനം, ജോലി, സന്താനങ്ങൾ, ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും സംഭവിക്കും.
നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് സൗഭാഗ്യമാണ് അല്ലെങ്കിൽ ഈശ്വരനായി സൗഭാഗ്യം നൽകി എന്ന് തോന്നാം. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ദുഃഖങ്ങളിലോ ദുരിതങ്ങളിലോ ആണ് എങ്കിൽ പോലും മനസ്സിലാക്കേണ്ടതായ കാര്യം, അതെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഈശ്വര കടാക്ഷമുള്ളവർ തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഉയർച്ചയിൽ എത്തുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വീടുകളിൽ ഉള്ളത് തന്നെ നിങ്ങളുടെ വീടിനും വീട്ടുകാർക്കും ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ ഐശ്വര്യത്താൽ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അല്പം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാം. അത് നിങ്ങളുടെ വിവാഹമാകാം, അതല്ല നിങ്ങളുടെ പഠിപ്പോ ജോലിയോ, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. ഒരിക്കലും തട്ടിത്തെറിപ്പിച്ച് കളയുവാൻ പാടുള്ളതല്ല. നാൾക്ക് നാൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ നിത്യവും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും കടന്നു വരും. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. ജോലിയുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട്, പഠനവുമായി ബന്ധപ്പെട്ട്, അത്തരത്തിൽ കലാകായിക മേഖലകളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യം അധികമായി തുണയ്ക്കുന്നവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ഇത്തരം സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച നൽകും. വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം നൽകുന്നവർ കൂടിയാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറഞ്ഞതായ നിരവധിയാർന്ന സമയങ്ങൾ വന്നു ചേരും എന്ന കാര്യമാണ്. പലപ്പോഴും മറ്റുള്ളവർക്ക് അസാധ്യം എന്ന് തോന്നിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ, നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാകുന്നു. പലപ്പോഴും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പെട്ടെന്ന് വിജയം നേടുവാൻ സാധിക്കുക, കലാകായിക മേഖലകളിൽ വിജയം നേടുവാൻ സാധിക്കുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക, പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച, ജോലി നേടുക, ഇഷ്ടവിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അവസരങ്ങൾ കടന്നു വരും. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. എന്നാൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ ഈ കാര്യങ്ങൾ വന്നു ചേരും. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കൂടി മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾ. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. ജോലി, അതേപോലെ തന്നെ കലാകായിക മേഖലകളിൽ ഉയർച്ച,
അത്തരത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ഇത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്ന വിവാഹം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ചെയ്യുന്നതായ ബിസിനസ്സിൽ ഉയർച്ച നേടുക, അത്തരത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി നിങ്ങൾക്ക് വന്ന് ഭവിക്കും. ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെ പറയാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുക. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. കൂടാതെ രേവതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നവരാകുന്നു. സൗഭാഗ്യവതികളായ സ്ത്രീകളാണ് എന്ന് തന്നെ പറയാം. ജനനം മുതൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്നതാണ് വാസ്തവം. പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ഇവർ ആഗ്രഹിച്ച പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ നടക്കും എന്നതാണ് വാസ്തവം. പഠനവുമായി ബന്ധപ്പെട്ട് ഉയരുവാൻ സാധിക്കും. ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഇവർക്ക് ആഗ്രഹിച്ചതായ വിവാഹം നടക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്ന വ്യക്തികളാകുന്നു. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പെട്ടെന്നാണ് നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. ഈശ്വരാധീനമുണ്ട് എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വന്ന് ഭവിക്കൂ എന്ന കാര്യവും ഓർക്കുക.